എത്ര PPE കിറ്റ് വേണമെങ്കിലും തരാമെന്ന് പറയുന്നു. പക്ഷേ മാർച്ച് 30-ാം തീയതി നിങ്ങൾ 1550 രൂപയ്ക്ക് സാൻഫാർമയിൽ നിന്ന് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് അടിയന്തര സാഹചര്യത്തിൽ ആരുടെ അടിയന്തരം നടത്താൻ വേണ്ടിയിട്ട് നടത്തിയ കൊള്ളയാണെന്ന് നിങ്ങൾ പറയണം. കാരണം 3 ദിവസത്തെ ഇടവേളകളിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പോലും 700 രൂപയ്ക്കും 650 രൂപയ്ക്കും അല്ലെങ്കിൽ 800 രൂപയ്ക്കും PPE കിറ്റ് കിട്ടുമ്പോൾ കേരള സർക്കാരിന് മാത്രം എന്തുകൊണ്ട് 1550 രൂപയ്ക്ക് PPE കിറ്റ് മേടിക്കേണ്ടി വന്ന എന്ന് നിങ്ങൾ പറയണ്ടേ? ആ 3 ദിവസത്തിൽ 28-ാം തീയതി നിങ്ങൾ 550 രൂപയ്ക്ക് 10,000 കിറ്റ് പർച്ചേസ് ചെയ്തു. 29-ാം തീയതി 3 കമ്പനികൾ 500 രൂപ താഴെ തരാമെന്ന് പറയുന്നു. അവരുമായിട്ട് കരാർ ഒപ്പിടാതിരിക്കുന്ന ദിവസം അതിന്റെ പിറ്റേ ദിവസം 30-ാം തീയതി നിങ്ങൾ 1550 രൂപയ്ക്ക് കിറ്റ് വാങ്ങിയത് എന്ത് അടിയന്തര സാഹചര്യമാണെന്ന് നിങ്ങൾ മറുപടി പറയണം. ഇതിൽ എന്താ അറിയോ, മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ കരാർ കഴിഞ്ഞ കമ്പനിക്ക് വീണ്ടും കരാർ പുതുക്കി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ജലവൈദ്യുത മന്ത്രി അറിയുന്നില്ല, അതുപോലെ വൈദ്യുതി വകുപ്പ് മന്ത്രി അറിയുന്നില്ല. അതുപോലെ തന്നെ ഒയാസിസ് എന്ന് പറഞ്ഞ മദ്യ കമ്പനിക്ക് കരാർ കൊടുത്തതുമായി ബന്ധപ്പെട്ട ചർച്ച കേരളത്തിൽ നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കിട്ടിയതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. കോവിഡ് കാലത്ത് ഒരു വലിയ PR വർക്ക് നടത്തി, മരണസംഖ്യ കുറച്ച് കാണിച്ചു, കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറച്ച് കാണിച്ചു, 2 ഇടതുപക്ഷ CPM അനുകൂല എഴുത്തുകാരെ കൊണ്ട് ലോകത്തുള്ള പല മാധ്യമങ്ങളിൽ ഒരു വാർത്ത നിരന്തരം പടച്ചുവിട്ടു. കോവിഡ് പിടിച്ചു നിർത്തിയത് ഈ പറഞ്ഞ KK ശൈലജയെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തിൽ 3.5 കോടി ജനങ്ങൾ, മഹാരാഷ്ട്രയിൽ 12 കോടി ജനങ്ങൾ. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ ഉണ്ടായത് കേരളത്തിലാണ്. ആ കണക്ക് പോലും കള്ളക്കണക്കാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കോടതിയുടെ നിരീക്ഷണം അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്, കോടതിയുടെ ഒബ്സർവേഷൻ അക്കാര്യത്തിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ സർക്കാർ എല്ലാ രീതിയിലും ഒരേ സമയം PR വർക്ക് നടത്തി, മറുവശത്ത് അഴിമതി നടത്തി, ഈ മരണ വീട്ടിൽ പോക്കറ്റ് അടിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു പറയാ ക്വാളിറ്റി നോക്കിയെന്ന്. നിങ്ങളപ്പോൾ 550 രൂപയ്ക്ക് മേടിച്ചതിന്റെ ക്വാളിറ്റി നോക്കാതെയാണോ നിങ്ങൾ നാട്ടുകാർക്ക് വിതരണം ചെയ്തത്? നിങ്ങൾ പച്ചക്കറി കച്ചവടക്കാരന് മാസ്കും അല്ലെങ്കിൽ തെർമോമീറ്ററും കൊടുക്കാനായിട്ട് കരാർ കൊടുത്തല്ലോ. ഇതിൻ്റെയൊക്കെ ഈ കമ്പനികളുടെയൊക്കെ ഓഫീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ഞെട്ടും. സാൻഫാർമയുടെയൊക്കെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്ന, അവരുടെ ഫ്രാഞ്ചൈസി ഒക്കെ പ്രവർത്തിക്കുന്ന ആലപ്പുഴയിലെന്നൊക്കെ പറയുന്നത് CPM-ന്റെ കൊള്ളയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് KK ശൈലജ പതുക്കെ കൈ കഴിയത്. എന്നെ മറയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊള്ള നടത്തിയിരിക്കുന്നു. കാരണഭൂതന്റെ തറവാട്ടിലേക്കാണ് ഈ കൊള്ള മുതൽ പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് VK പ്രശാന്തിനെ പോലുള്ള ആളുകൾക്ക് പോലും ഇത് കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റാത്തത്. ഞങ്ങൾക്കൊക്കെ പഠിക്കാൻ കിട്ടിയ സമയം നിങ്ങൾക്ക് എന്താ പഠിക്കാൻ കിട്ടാതെ പോകുന്നത്? നിങ്ങളല്ലേ ഇത് വലിയ വാഴ്ത്തുപാട്ടായിട്ട് പാടിയത്? ടീച്ചറമ്മ ഉറങ്ങാതിരിക്കുന്നത് നോക്കാൻ പോയ MLA-മാർക്ക് ടീച്ചറമ്മയുടെ കാലത്ത് നടന്ന ഒരു 10.5 കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ച് മറുപടി പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പറയണ്ടേ?